ഹലോ. ഇപ്പോൾ ഇവിടെ കെയർ ഗിവറായിട്ടൊക്കെ ജോലി ചെയ്യാൻ വരാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന പിള്ളേരുടെയൊക്കെ മെയിനായിട്ടുള്ള ഒരു സംശയമാണ്, ചേച്ചി നമ്മളോട് പേഷ്യൻസ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യണത് എന്നുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണല്ലോ, കാരണം നമ്മളോട് പേഷ്യൻ്റ് എങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ യുഎയിൽ വന്നിട്ട് 2 ഹോം കെയറിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പോയ സ്ഥലത്ത് എന്ന് പറയുന്നത് ഒരു മെയിൽ പേഷ്യൻ്റ് ആയിരുന്നു, ബാബ. അപ്പോൾ ബാബ എന്നെ വെൽക്കം ചെയ്തത്, നീ എന്നെ നിൻ്റെ ഗ്രാൻഡ് ഫാദർ മാതിരി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വെൽക്കം ചെയ്തത്. അങ്ങനെയായിരുന്നു പുള്ളി എന്നെ വെൽക്കം ചെയ്തത്. പക്ഷേ തിരിച്ച് ഇവിടെ വന്നപ്പം, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ മാമ, അതൊരു ഫീമെയിലാണ് പേഷ്യൻ്റ്, മാമ എന്നെ വെൽക്കം ചെയ്തത് നീ ഗദ്ദാമയാണ്, ഗദ്ദാമയുടെ പണി ചെയ്താൽ മതി, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വരണ്ട എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി സംസാരിച്ചത്. പുള്ളിക്കാരി കുറച്ച് മെൻ്റലിയും കൂടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എനിക്ക് എന്നെ വെൽക്കം ചെയ്തത്. അങ്ങനെയാണ് പേഷ്യൻ്റ് കേട്ടോ, പേഷ്യൻ്റ് റിലേറ്റീവ്സ് അല്ല, അവരൊക്കെ എന്നെ വളരെ മാന്യമായിട്ടാണ് വെൽക്കം ചെയ്തത്. അപ്പം നമ്മൾ എപ്പോഴും വേസ്റ്റ് ആയിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്ത് വരിക. പക്ഷേ നമ്മളുടെ പെരുമാറ്റത്തിലൂടെയും നമ്മളവരെ നമ്മളവരെ സ്നേഹത്തോടു കൂടി കെയർ ചെയ്യുന്നു, എത്രത്തോളം സന്തോഷത്തോടു കൂടി നമ്മൾ അവരോട് പെരുമാറുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അവരും ആ ഒരു സ്നേഹവും വിശ്വാസവും നമ്മളുടെ അടുത്ത് കാണിക്കും. എനിക്കിപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 8 മാസമായി. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമൊക്കെ മാമ എന്നെ തോടാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ തന്നെയാണ് പുള്ളിക്കാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം മക്കളൊന്നും ചെയ്തില്ലെങ്കിലും പുള്ളിക്കാരിക്ക് വലിയ പ്രശ്നമില്ല, എന്ത് കാര്യത്തിനും എന്നെ തന്നെയാണ് വിളിക്കുന്നത്. ആദ്യം ഒന്ന് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുവിരൽ പോലും അനക്കില്ലായിരുന്നു, മുഖം ഇങ്ങനെ കയറ്റിപ്പിടിച്ച് ദേഷ്യത്തിലിരിക്കും. പക്ഷേ ഇപ്പോൾ എല്ലാ എക്സസൈസും പുള്ളിക്കാരി ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് അനുസരിക്കും. അതൊക്കെ നമ്മളുടെ സ്നേഹത്തോടു കൂടി ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മൾ എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്തൊക്കെ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കഴിയും. അങ്ങനെ കഴിയുന്നവരാണല്ലോ കെയർ ഗിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള മോശാവസ്ഥകളുണ്ടെങ്കിൽ പാനിക് ആവേണ്ട, നമുക്ക് പോകെ നമുക്ക് അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുക തന്നെ ചെയ്യും.